ഒരുപാട് കാലം ചർച്ച ചെയ്തൊരു വിഷയമാണ് ആറന്മുള വിമാനത്താവളവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്യപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ ഈ വാർത്ത നമ്മുടെ VSN ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ വിശദാംശങ്ങളെല്ലാം വന്നതിന് ശേഷം മറ്റു മാധ്യമങ്ങളായിട്ട് ഇപ്പോൾ വാർത്തകളെല്ലാം വന്നപ്പോൾ ഇപ്പോൾ എനിക്ക് ആദ്യം വന്നൊരു കാര്യം, ഉള്ളിലേക്ക് വന്നൊരു കാര്യം, ഈ രാഷ്ട്രീയ നേതൃത്വത്തിന് മുകളിൽ ഉദ്യോഗസ്ഥർ കയറി കളിക്കുന്ന സാഹചര്യമാണല്ലോ ഈ കാണുന്നത് എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ പുറത്ത് കാണുന്നത് എന്തായാലും അങ്ങനെയാണ്. അതായത് രാഷ്ട്രീയ നേതൃത്വം ഒരു കാര്യം പറയുക, ഇവിടെ അതിശക്തമായിട്ടുള്ള ഇടതുപക്ഷ സർക്കാരാണ് ഭരിക്കുന്നതെന്നാണല്ലോ നമുക്കറിയാമല്ലോ. അതിശക്തമായിട്ടാണ് ഞങ്ങൾ ഭരിക്കുന്നത്. മറ്റ് UDF സർക്കാർ ഇപ്പം 9 വർഷത്തിന് മുമ്പാണ് ഒരു UDF സർക്കാരോട് ഭരിച്ചിട്ടുള്ളത്. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആളുകളുടെ ഓർമ്മകൾ ഇന്നിപ്പോൾ ഒരുപാട് ആളുകൾക്കൊന്നും ആ കാര്യങ്ങൾ ഓർമ്മയുണ്ടാവില്ല. പക്ഷേ എന്നാലും ഇടതുപക്ഷ സർക്കാർ പറയുക UDF സർക്കാരിനേക്കാൾ അതികൃത്യതയോടുകൂടി ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഞങ്ങളാണ് എന്നാണല്ലോ അവകാശപ്പെടുക. പക്ഷേ ഇപ്പോൾ രാഷ്ട്രീയ നേതൃത്വം വേണ്ടെന്ന് വെച്ച, കുറേ സമരത്തിന് ശേഷമാണെങ്കിലും വേണ്ടെന്ന് വെച്ച കോടതിയുടെയും ഗ്രീൻ ട്രിബ്യൂണലിൻ്റെയൊക്കെ തടസ്സവാദങ്ങളുള്ള ഒരു സ്ഥലത്ത് വീണ്ടും പരിഗണനയ്ക്ക് വരികയും ചീഫ് സെക്രട്ടറി ആവശ്യമില്ല എന്ന് എഴുതുകയും മന്ത്രിസഭാ യോഗം തീരുമാനിച്ച് തള്ളിയ ഒരു കാര്യം ഒരു വകുപ്പ് സെക്രട്ടറി വീണ്ടും പൊക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഈ പറയുന്ന മറ്റു കാര്യങ്ങളിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണ പൗരർ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഇത് കാണുമ്പോഴെന്താ തോന്നുക? അതിശക്തനായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിലാണ് IT വകുപ്പ്. അപ്പോൾ ഇവരെല്ലാം മറികടന്നുകൊണ്ട് ഉദ്യോഗസ്ഥർ ഇങ്ങനൊരു നീക്കം നടത്തുകയാണ്. രാഷ്ട്രീയ നേതൃത്വം വേണ്ടെന്ന് വെച്ചാൽ രാഷ്ട്രീയ നേതൃത്വം നാട്ടുകാരോട് പറയാത്തൊരു കാര്യത്തിന് മുകളിൽ ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരേക്കാൾ വലിയ അധികാരികളായിട്ട് ഈ കാര്യങ്ങൾ നടപ്പാക്കുകയാണെന്നല്ലേ ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ പറ്റുക. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ CPM ജില്ലാ സെക്രട്ടറി പറയുന്നു, രാജു അബ്രഹാം പറയുന്നു, CPIയുടെ മന്ത്രിമാർ പറയുന്നു, CPIയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു, ഞങ്ങളെല്ലാവരും ഇതിനെതിരാണ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇത് ഇങ്ങനെയല്ലാതെ നടക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകിൽ ഇതിനകത്ത് ആരോ കളിക്കുന്നുണ്ട്, ഏതോ ഒരു രാഷ്ട്രീയ നേതൃത്വം, മന്ത്രി അല്ലെങ്കിൽ അതേക്കാൾ മുകളിലുള്ളൊരു പവർഫുൾ ആൾ ഇത് നടപ്പാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ നീക്കങ്ങൾ നടക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരൊക്കെ എന്ത് വേണമെങ്കിൽ പറഞ്ഞുകൊള്ളട്ടെ, ഞങ്ങളുടെ കാര്യം നടപ്പാക്കും കേട്ടോ എന്നീ ടോഫൽ കമ്പനിക്ക്, നേരത്തെ KGS എന്ന് പേരുണ്ടായിരുന്ന അതേ കമ്പനിക്ക്, ടോഫൽ കമ്പനിക്ക് ഈ ഉദ്യോഗസ്ഥർ ഒരു ധൈര്യം കൊടുക്കുന്നതിൻ്റെ, ഉറപ്പ് കൊടുക്കുന്നതിൻ്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ ആളുകൾക്ക് ഓർമ്മയുണ്ടാകും, ഇപ്പോൾ തണ്ണീർത്തട സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഘട്ടത്തിൽ വരുന്നതാണ്. നമ്മുടെ ഭൂമി ആകപ്പാടെ മേലുകീഴ് നോക്കാതെ ആളുകളിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് കുഴപ്പമാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്, കേരളത്തിൻ്റെ ഭാവിക്ക് കുഴപ്പമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടാണ് തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നത്. ആ നിയമം അവിടെ ഉണ്ട്. ആ നിയമം അവിടെ ഉണ്ടായിരിക്കെ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പോൾ വിമാനത്താവളമല്ല, അവിടെ മറ്റൊരു പ്രൊജക്റ്റാണ് വരുന്നത്. ഈ പ്രൊജക്റ്റ് നമുക്ക് ആവശ്യമുള്ളതാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ നേതൃത്വത്തിൽ നടപ്പാക്കുകയും അത് ഉദ്യോഗസ്ഥരോട് പറയുകയും അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇതിപ്പോൾ ഗ്രീൻ ട്രിബ്യൂണലും കോടതിയൊക്കെ നിഷേധിക്കുകയും പാരിസ്ഥിതിക പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കുകയും ചെയ്ത സ്ഥലത്ത് രാഷ്ട്രീയ നേതൃത്വം മിണ്ടാതെ ഇരിക്കുകയല്ല, അവർ എതിർക്കുന്നുണ്ട്. അവർക്ക് മുകളിലൂടെ ഉദ്യോഗസ്ഥർ ഇമാതിരി കളി കളിക്കുകയും ചെയ്യുന്ന നല്ല തോതിൽ വിമർശവും എതിർപ്പും സമരവും ഉയർന്നു വരേണ്ട ഒരു കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്.